നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. KSRTCയുടെ മൊത്തം നിയന്ത്രണം ഒറ്റ സോഫ്റ്റ്വെയറിലേക്ക് മാറ്റുമെന്ന ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. അക്കൗണ്ട്, പർച്ചേസ്, സ്റ്റോക്ക് മാനേജ്മെന്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പുതിയ സോഫ്റ്റ്വെയറിലേക്ക് മാറും. താൻ മന്ത്രി സ്ഥാനത്ത് നിന്ന് പോയാലും MD മാറിയാലും പൊളിക്കാൻ പറ്റാത്ത ഒരു സിസ്റ്റമായി KSRTCയെ മാറ്റുകയാണ് ലക്ഷ്യമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. സ്ഥായിയായ ഒരു സൊല്യൂഷൻ ഇല്ലെങ്കിൽ KSRTC രക്ഷപ്പെടില്ല. മുൻപ് താൻ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളെല്ലാം എടുത്തു കളഞ്ഞു. നടപ്പാക്കുന്ന പരിഷ്കാരങ്ങൾ ഒരിക്കലും മാറ്റാൻ കഴിയാതെ ഭരണ നിർവഹണ രംഗത്ത് മുഴുവൻ നിയന്ത്രണം കൊണ്ടുവരുന്ന സംവിധാനമാണ് വരാൻ പോകുന്നത് എന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. പേഴ്സണൽ മാനേജർ ഇല്ല, അക്കൗണ്ടൻസ് മാനേജർ ഇല്ല, ഇത്തരത്തിലുള്ള പരാതികളുടെ ആവശ്യം ഇനിയില്ലെന്നും കമ്പ്യൂട്ടർ വരുന്നതോടെ എല്ലാം മാറുമെന്നും ഡാറ്റ എൻട്രി മാത്രം മതി, ബാക്കിയെല്ലാം കമ്പ്യൂട്ടർ വഴി അറിയാൻ സാധിക്കുമെന്നുമാണ് പറയുന്നത്. ഇത് ചെലവ് ചുരുക്കാൻ സഹായിക്കുമെന്നും പുതിയ നിയമനങ്ങളുടെ ആവശ്യം വരില്ലെന്നും ഗണേഷ് കുമാർ പറയുന്നു. അതേസമയം വൈദ്യുത ബസ്സുകൾ നഷ്ടമാണെന്നും പലപ്പോഴും കിട്ടുന്നത് തുച്ഛമായ ലാഭമാണെന്നും മിക്കവാറും വൈദ്യുത ബസ്സിൽ ആളില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. 10 രൂപ നിരക്കിലാണ് ബസ് ഓടുന്നത്. 100 പേർക്ക് കയറാൻ വൈദ്യുത ബസ്സിൽ സൗകര്യമില്ല. 100 പേർ കയറിയാൽ തന്നെ 10 രൂപ വെച്ച് എത്ര രൂപ കിട്ടും? 1000 രൂപ. അതിന് കറണ്ട് ചാർജ് എത്ര രൂപ വേണം? ഡ്രൈവർക്ക് ശമ്പളം എത്ര വേണം? കിലോമീറ്ററിന് 28 പൈസ വെച്ച് KSRTC സ്വിഫ്റ്റിന് കൊടുക്കണം. 100 കിലോമീറ്റർ ഓടുമ്പോഴോ എത്ര രൂപ മിച്ചമുണ്ട് എന്നും അദ്ദേഹം ചോദിച്ചു. പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ നഷ്ടത്തിലോടുന്ന മുഴുവൻ റൂട്ടുകളും റീഷെഡ്യൂൾ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. വൈദ്യുത ബസ്സിന് ദീർഘദൂര ബസ്സുകൾ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. വൈദ്യുത ബസ്സിന് 1 കോടി രൂപയ്ക്ക് അടുത്താണ് വില. ആ പണത്തിന് 4 ഡീസൽ ബസ്സുകൾ വാങ്ങാമെന്നും മന്ത്രി പറഞ്ഞു. ചെലവ് പരമാവധി കുറച്ച് വരവ് പരമാവധി കൂട്ടിക്കൊണ്ടു വന്നാൽ മാത്രമേ KSRTCയുടെ അക്കൗണ്ടിൽ പണം ഉണ്ടാകൂ എന്നും അതിന്റെ ഭാഗമായി റൂട്ടുകൾ പരിഷ്കരിക്കുമെന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു. അനാവശ്യ റൂട്ടുകൾ നിർത്തുമെന്നും ഓരോ ബസിന്റെയും കോസ്റ്റ് അക്കൗണ്ടിംഗ് നടത്തുമെന്നും ഗതാഗത മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. KSRTC ജീവനക്കാർക്ക് ശമ്പളം കൃത്യമായി കൊടുക്കാനുള്ള പദ്ധതി മനസ്സിലുണ്ടെന്നും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. അതനുസരിച്ച് ചില പദ്ധതികൾ മനസ്സിലുണ്ട്, ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ശമ്പളം ഒരുമിച്ച് കൊടുക്കാനാകുമോ എന്നാണ് നോക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. വേർ ഈസ് മൈ KSRTC എന്നൊരു മൊബൈൽ ആപ്പ് കൊണ്ടുവരുമെന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു. ബസ്സുകളിലുള്ള GPS സേവനത്തെ ഏകോപിപ്പിക്കാൻ ഒരു കൺട്രോൾ റൂം തിരുവനന്തപുരത്ത് കൊണ്ടുവരാനായി ആലോചിക്കുന്നുണ്ടെന്നും ബസ്സുകൾ എവിടെ എത്തി, വേഗത എങ്ങനെയാണ് തുടങ്ങിയവ അറിയാൻ ഇതിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.